പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, ഇന്ന് നമ്മൾ വരയ്ക്കുന്നത് തേങ്ങയാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടല്ലേ, എന്ത് തേങ്ങയാണ് വരയ്ക്കുന്നതെന്ന് ചോദിക്കാറില്ലേ? എന്നാൽ ഇവിടെ തേങ്ങയാണ് വരയ്ക്കുന്നത്. ഒരു തേങ്ങ മുറിച്ച് 2 കഷ്ണങ്ങളാക്കി മലർത്തി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെയുണ്ട്. ഡ്രോയിങ്ങിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെയുണ്ട്. ഒരു മുറി നമ്മളുടെ സൈഡിലേക്ക് കുറച്ച് തിരിഞ്ഞും മറ്റേ മുറി അങ്ങേ സൈഡിലേക്ക് തിരിഞ്ഞും ഇരിക്കുന്ന രീതിയിലാണ് 2 കഷ്ണങ്ങളാണ് വരയ്ക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. അതിൻ്റെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുക. ആദ്യം കുറച്ച് വയലറ്റ്, കുറച്ച് സ്കാർലറ്റ് റെഡ് എല്ലാം ഉപയോഗിക്കുന്നു. വയലറ്റ് എന്ന് പറയുമ്പോൾ ക്രിംസൺ റെഡും പ്രഷ്യൻ ബ്ലൂ ഒക്കെ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഉൾഭാഗം വളരെ ലൈറ്റായി എന്ന് പറയുമ്പോൾ നന്നായി വെള്ളം ചേർത്ത് ഉൾഭാഗത്താണ് ചെയ്യുന്നത്. വക്ക് ഭാഗം നന്നായി വെളുത്ത് കാണുന്ന രീതിയിലും ഉൾഭാഗം കുറച്ചൊന്ന് ഗ്രേ ആവുന്ന രീതിയിലുമാണ് വയലറ്റാണ് ഉപയോഗിക്കുന്നത്. ഗ്രേ എന്ന് പറയുമ്പോൾ വയലറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഉൾഭാഗത്ത് കുറച്ചുകൂടി ഡാർക്ക് ചേർക്കുന്നു. വെറ്റായിരിക്കുമ്പോൾ തന്നെ നമുക്കത് ഉള്ളിലേക്ക് കുഴിഞ്ഞതായി തോന്നാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടുതൽ കോംപ്ലിക്കേറ്റ് ആയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കളറുകൾ കൊണ്ട് നിങ്ങൾ കുറച്ച് പെയിൻറ്റിങ് ചെയ്യുന്ന രീതിയിലാണ്. എന്നാൽ ഇല്ലസ്ട്രേഷനും കൂടിയാണ്, കാരണം നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനി ചില ഭാഗങ്ങൾ കൂടി ആ ലൈറ്റ് ചേർക്കുന്നു. വക്കത്ത് ഭാഗത്ത് ആ പൊട്ടിയ ഭാഗമെല്ലാം കാണിക്കാൻ വേണ്ടി കുറച്ച് ഭാഗങ്ങളിൽ മാത്രം ആ ലൈറ്റ് ഗ്രേ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പൊങ്ങിയും താണും പൊട്ടിയുമായ ഭാഗങ്ങൾ നമുക്ക് വരയ്ക്കാൻ കഴിയും. കൂടുതൽ ഡാർക്കാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ വക്കിൻ്റെ ഭാഗം കുറച്ച് യെല്ലോ ചേർക്കുന്നു. ഈ താഴ്ഭാഗത്താണ് നമ്മൾ ഒന്ന് നനച്ചു കൊടുക്കുന്നത്. കുറച്ച് ഓറഞ്ച് എടുക്കുന്നു, താഴ്ഭാഗത്ത് ലൈറ്റായി ചേർക്കുന്നു. കുറച്ച് ബ്രൗൺ എടുക്കുന്നു, അത് ചേർക്കുന്നു. അതെല്ലാം ആ ഒരു പേപ്പറിൽ ഇത് തന്നെ മിക്സായി വരുന്നത് കാണാം. കുറച്ച് വാം കളേഴ്സാണ്. അതിൽ കുറച്ച് വയലറ്റ് കൂടി ചേർത്ത് ഒന്ന് ഡള്ളാക്കി അതിനെ. ഇപ്പോൾ കുറച്ചൊന്ന് ഡാർക്കും ഡള്ളുമായ കളർ കിട്ടി. ആ ഒരു വക്കിൻ്റെ ഭാഗത്തേക്ക് കയറി പോവാതെ ശ്രദ്ധിച്ച് ചെയ്യണം. വക്ക് ഭാഗം മുഴുവനായി വെളുത്ത നിറമാണ് നമുക്ക് വേണ്ടത്. ഇനി കുറച്ച് യെല്ലോ ചേർത്ത് ആ വെളിച്ചം വരുന്ന ഭാഗത്ത് ലൈറ്റാക്കുന്നു. കുറച്ച് ഡാർക്ക് നിറം കൊണ്ട് അതിൻ്റെ ആ ഒരു നാരും മൊരിയും എല്ലാം വരയ്ക്കുന്നു. കുറച്ച് ക്രിംസൺ റെഡും പ്രഷ്യൻ ബ്ലൂവും എടുത്ത് തിക്കായി എടുത്ത് കുറച്ച് ഡീറ്റെയിലോട് ചേർക്കുന്നു. അതായത് ബ്രൗണിൻ്റെ മുകളിലാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ തേങ്ങാമുറി തെളിഞ്ഞ് വരുന്നത് കാണാം. കുറച്ചുകൂടി ബ്രൗണും യെല്ലോവും എടുത്ത് ഒന്നുകൂടി അതിനെ ചേർക്കുന്നു. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നാരുമരിയും വരയ്ക്കുന്നു. ജസ്റ്റ് 2 ലൈനുകൾ പുറത്തേക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ശ്രദ്ധിച്ചൊന്നുമല്ല. ഡാർക്ക് നിറം കൊണ്ടും വരയ്ക്കുന്നുണ്ട്, ലൈറ്റ് നിറം കൊണ്ടും വരയ്ക്കുന്നുണ്ട്. ഇനി അടുത്ത മുറിയിലേക്ക് കടന്നു. അടുത്ത തേങ്ങാമുറി ഇതുപോലെ തന്നെ ബ്രൗൺ ഉപയോഗിച്ചും വയലറ്റ് ഉപയോഗിച്ചും മിക്സ് ചെയ്തുണ്ടാക്കുന്നത് കാണാം. യെല്ലോ കളർ ഉപയോഗിക്കുന്നുണ്ട്. റെഡ് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് ബ്ലൂ മിക്സ് ചെയ്ത് വയലറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മളുടെ അടുത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു മുടിയുടെ ഭാഗത്തേക്ക് കൂടുതൽ ഡാർക്ക് നിറങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം അത് വേർതിരിച്ച് കാണാൻ വേണ്ടി കൂടിയാണ്. താഴെ ബ്ലൂ ചേർക്കുന്നു. ഷാഡോ വരുന്ന ഭാഗമാണ്. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന നാരുകളെ വരയ്ക്കുന്നു. ഇപ്പോൾ ബ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രൗണും ഉപയോഗിക്കാൻ വേണമെങ്കിൽ. കുറച്ച് യെല്ലോ കളർ എടുത്ത് കുറച്ചുകൂടി കളറുകൾ ചേർക്കുന്നു. അവിടെ കുറച്ച് ലൈറ്റ് വരുന്നതിന് വേണ്ടി നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് കുറച്ചൊന്ന് നനച്ച് അവിടുന്ന് കളർ പിക്ക് ചെയ്തെടുക്കുക. കുറച്ച് ഓറഞ്ച് ചേർക്കുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഇത് ഉരുണ്ടതായി തോന്നുന്നുണ്ട്. അതായത് നമ്മൾ പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ കഴിയുമെങ്കിൽ തെറ്റിപ്പോയ ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ തെറ്റായ ഭാഗങ്ങൾ നമുക്ക് പിക്ക് ചെയ്തെടുത്ത് കളർ അവിടുന്ന് ലിഫ്റ്റ് ചെയ്ത് നമുക്കതിനെ ഉരുണ്ടതാക്കി തോന്നിപ്പിക്കാൻ കഴിയും. ലൈറ്റ് കൊണ്ടുവരികയാണ് അങ്ങനെ ചെയ്യുന്നത്. താഴെ നിഴൽ വരുന്ന ഭാഗം വരയ്ക്കുന്നു. വയലറ്റാണ്, ലൈറ്റ് കളറാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ വെള്ളം ചേർത്ത് ലൈറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. താഴെ ഡാർക്ക് ആയ വയലറ്റ് ഉപയോഗിക്കുന്നു. കുറച്ച് വെള്ളം കുറച്ച് ഉപയോഗിക്കുമ്പോഴാണ് അത് ഡാർക്ക് ആവുന്നത്. ഈ ഉൾഭാഗത്ത് കുറച്ചുകൂടി സ്ട്രോക്കുകൾ ഉപയോഗിച്ച് അതിനെ ഒന്നുകൂടി ഉരുണ്ടതാക്കുന്നു.
കുറച്ച് ഗ്രീൻ നിറം ഉപയോഗിക്കുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. അതായത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ച എല്ലാം വാം നിറങ്ങളായിരുന്നു. അപ്പോൾ അതിനെ വേർതിരിച്ച് കാണാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ വെറുതെ ഒരു സ്ട്രോക്ക് ഗ്രീൻ ഉപയോഗിക്കുകയാണ്. പെർമനൻറ്റ് ഗ്രീനും ലെമൺ ലൈം എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. സാപ്പ് ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് വെറുതെ ഒരു ലെയർ ഇട്ടതാണ്. നിങ്ങൾക്ക് ഇത് വേണമെന്നില്ല. വേറെ ഏത് കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. കുറച്ച് വെഡൻ ഗ്രീനും കുറച്ച് പെർമനൻറ്റ് ഗ്രീനും എല്ലാം ഉപയോഗിച്ച് ഒന്ന് അതിനെ മാറ്റിയെടുക്കുന്നു. കുറച്ച് വയലറ്റ് ഉപയോഗിച്ച് അതിനെ ഡാർക്ക് ആക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞല്ലോ. ആ ഷേപ്പ് കറക്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. പല പെയിൻറ്റിങ്ങുകളും ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാറേ ഇല്ല. അപ്പോൾ ഇതിലൊരു പരീക്ഷണം എന്ന രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ സ്പ്രേ കൂടി ചെയ്യുമ്പോൾ നമ്മളിത് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ചേർക്കണം. അപ്പോൾ വീണ്ടും കാണുന്നവരെ നമസ്കാരം.